ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് SSC CGL 20 ഡേയ്സിൻ്റെ ചാലഞ്ചിൻ്റെ ഭാഗമായിട്ട് ഉള്ള സെഷൻസിൽ ഇംഗ്ലീഷിൻ്റെ എക്സ്ക്ലൂസീവായിട്ട് ഇംഗ്ലീഷിൻ്റെ പ്രിപ്പറേഷൻ സെഷനാണിത്. സോ ദിസ് ഇസ് അവർ സെക്കൻഡ് സെഷൻ. സോ ഐ ഹോപ്പ് നിങ്ങൾ ആ ഫസ്റ്റ് സെഷൻ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ വിതൗട്ട് എനി ഡിലേ ലെറ്റ്സ് സ്റ്റാർട്ട് ദ സെഷൻ ആൻഡ് ഹിയർ ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സി, ആദ്യത്തേത് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക് ടൈപ്പ് ക്വസ്റ്റൻ ആണ്. ലെറ്റ്സ് സി, the monster trucks have very dash engines. They can probably pull a train coach without any problem എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്താ പറയുന്നത്? മോൺസ്റ്റർ ട്രക്സ് അല്ലേ, അവർക്ക് എങ്ങനെയുള്ള എൻജിൻസ് ആണ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, സോ എങ്ങനെയുള്ളത് എന്നുള്ള ആ ഒരു പെർട്ടിക്കുലർ വേർഡ് ഇവിടെ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ലൈക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ഇവിടെ കിട്ടും. ഓക്കെ, സോ എങ്ങനെയുള്ള എൻജിൻ, നമുക്കറിയാം എൻജിൻ എന്നുള്ളത് ഒരു നൗൺ ആണ്. സോ ഒബ്വിയസ്ലി നൗണിനെ ക്വാളിഫൈ ചെയ്യുന്ന ഒരു ആഡ്ജക്റ്റീവ് വേണം നമുക്ക് ഈ ബ്ലാങ്കിൽ ഫിൽ ചെയ്യാനായിട്ട്. ഓക്കെ, സോ ലെറ്റ്സ് സി, ഇസ് ഇറ്റ് ഡോമിനൻറ്റ് ഓർ ഫോഴ്സ്ഫുൾ ഓർ ഇംപ്രസീവ് ഓർ പവർഫുൾ? ഓക്കെ, ഇപ്പോൾ എൻജിൻസിൻ്റെയൊക്കെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് മോൺസ്റ്റർ ട്രക്സ്, അവരുടെ എൻജിൻസ് എന്ന് പറയുന്ന പവർഫുൾ എൻജിൻസ് ആയിരിക്കും അല്ലല്ലോ, വളരെ പവർഫുൾ ആയിട്ടുള്ള എൻജിൻസ് ആയിരിക്കും ഇത്തരത്തിലുള്ള ട്രക്സിന് ഉണ്ടാവുക. ഓക്കെ, സോ ഇവിടെ നമുക്ക് ചൂസ് ചെയ്യേണ്ടത് ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് പവർഫുൾ. ഓക്കെ, ഡോമിനൻ്റ് എന്ന് പറയുന്ന സമയത്ത് കൺട്രോളിങ് ആയിട്ടുള്ള എന്നുള്ള ലൈക്ക് മേൽക്കോയ്മയുള്ള എന്നുള്ള ഒരു മീനിങ് ആണ് ഡോമിനൻ്റ് എന്നുള്ള വാക്കിനുള്ളത്. ഫോഴ്സ്ഫുൾ എന്ന് പറയുന്ന സമയത്ത് വി ഡു സംതിങ് ബൈ യൂട്ടിലൈസിങ് ഫോഴ്സ്. ഓക്കെ, ഫോഴ്സ് യൂട്ടിലൈസ് ചെയ്തൊരു കാര്യം ചെയ്യുന്നതിനെയാണ് ഫോഴ്സ്ഫുൾ എന്ന് പറയുന്നത്, ബലം പ്രയോഗിച്ച് എന്ന് നമുക്ക് പറയാം. ഇംപ്രസീവ് എന്ന് പറഞ്ഞാലോ, ലൈക്ക് ആരെയും ഇംപ്രസ് ചെയ്യുന്ന രീതിയിലുള്ള ഒന്നിനെ ഇംപ്രസീവ് എന്ന് പറയുന്നു. ഓക്കെ, സോ ഇവിടെ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ് ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് പവർഫുൾ. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു പാരജമ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സി, ഇത് ലൈക്ക് ഒരു പെർട്ടിക്കുലർ സെൻറ്റൻസിനെ നമുക്ക് 5 ഡിവൈഡ് ചെയ്ത് തന്നിരിക്കുന്നതാണ്. ഓക്കെ, സോ ആദ്യത്തേത് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. ആ 5 ഡിവൈഡ് ചെയ്തതിൽ ആദ്യത്തെ സെക്ഷൻ അത് കൃത്യമായി തന്നെ അവിടെ തന്നിട്ടുണ്ട്. വി ഹാവ് ബീൻ എന്നുള്ള ഫ്രേസ് വെച്ചാണ് നമ്മുടെ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള സെൻറ്റൻസസിൻ്റെ ഭാഗങ്ങൾ ലൈക്ക് ജമ്പിൾഡ് ഓർഡറിലാണ് തന്നിട്ടുള്ളത്. സോ അത് നമുക്ക് കൃത്യമായിട്ടുള്ള ഓർഡറിലോട്ട് മാറ്റുന്ന സമയത്ത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് സീക്വൻസ് ആണ് വരിക എന്നുള്ളതാണ് ചോദ്യം. ലെറ്റ്സ് സി, സി പി എന്ന് പറയുന്നത് ഏബിൾ ടു ഐഡൻറ്റിഫൈ സർട്ടൻ പാറ്റേൺസ് ഇൻ എന്നുള്ളതാണ്. Q the microbiome and immune response എന്നുള്ളതാണ്. Then R that are clearly linked to the progression and എന്നുള്ളതാണ്. Then comes S severity of brain injury എന്ന് പറയുന്നു. ഓക്കെ, സോ we have been എന്നതിന് ശേഷം വരേണ്ടത് എന്ത്? Is it able to identify or the microbiome or that are or severity of? Okay, so obviously we have been ശേഷം വരേണ്ടത് P എന്നുള്ള സെൻറ്റൻസ് ആണ്. അതായത് ഈ ഒരു ലൈക്ക് ബീന് ശേഷം വരേണ്ടത് ഏബിൾ എന്നുള്ള വാക്കാണ്. കാരണം എന്താ? സി, വി ഹാവ് ബീൻ കഴിഞ്ഞ് ദ എന്നുള്ള അങ്ങനെ ഒരു പെർട്ടിക്കുലർ യൂസേജ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. ലൈക്ക് വൈസ് വി ഹാവ് ബീൻ ദാറ്റ് എന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ദാറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെ ഒരു സബോർഡിനേറ്റ് ക്ലോസിനെ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കണക്റ്റിംഗ് വേർഡാണ്. ഓക്കെ, സോ വി ഹാവ് ബീൻ സിവിയറിറ്റി ഓഫ് ബ്രെയിൻ ഇഞ്ചുറി എന്ന് പറയുമ്പോൾ അവിടെ കണക്ഷനിൽ നമുക്ക് കണക്ഷൻ കിട്ടുന്നില്ല. ഓക്കെ, ഇറ്റ് ഈസ് ഡിസ്കണക്റ്റഡ്. സോ ഒബ്വിയസ്ലി വി ഹാവ് ബീനിന് ശേഷം വരേണ്ടത് ഈ ഒരു സെൻറ്റൻസ് ആണ്, ഏബിൾ ടു ഐഡൻറ്റിഫൈ സർട്ടൻ പാറ്റേൺസ് ഇൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈക്ക് സർട്ടൻ പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. എന്തിൽ എന്നുള്ളതാണ് അതിൻ്റെ ബാക്കിയായിട്ട് വരേണ്ടത്. സോ ഇൻ ദ മൈക്രോബയോം എന്ന് വരുമോ, ഇൻ ദാറ്റ് ആർ എന്ന് വരുമോ, അതോ ഇൻ സിവിയറിറ്റി ഓഫ് ബ്രെയിൻ ഇഞ്ചുറി എന്ന് വരുമോ? ഒബ്വിയസ്ലി ഇറ്റ് ഇസ് ക്യൂ അല്ലേ. സോ വി ഹാവ് ബീൻ ഏബിൾ ടു ഐഡൻറ്റിഫൈ സർട്ടൻ പാറ്റേൺസ് ഇൻ ദ മൈക്രോബയോം ആൻഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്. ഓക്കെ, മൈക്രോബയോമിലും അതുപോലെ ഇമ്മ്യൂൺ റെസ്പോൺസിലും ഉള്ള ചില പാറ്റേൺസ് ആണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനി അതെങ്ങനെയുള്ളതാണെന്നാണ് പറയുന്നത്? ദാറ്റ് കംസ് നെക്സ്റ്റ്. ഓക്കെ, ദാറ്റ് ആർ ക്ലിയർലി ലിങ്ക് ടു ദ പ്രോഗ്രഷൻ. ഓക്കെ, പ്രോഗ്രഷനുമായിട്ട് ക്ലിയർ ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അടുത്തത് വരേണ്ടത്. സോ ക്യൂ കഴിഞ്ഞ് വരേണ്ടത് ആറാണ്, അതിനുശേഷം എസ് വരുന്നു. ഓക്കെ, സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പാരജമ്പിൾസിൽ ചോദിക്കാറുണ്ട്. സോ നമുക്ക് ലൈക്ക് ഓവറോൾ നമുക്കുള്ള ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ പാരജമ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ എന്തായാലും തന്നിരിക്കുന്ന ലൈക്ക് സെൻറ്റൻസസ് അല്ലെങ്കിൽ സെൻറ്റൻസ് പാർട്സ് അത് ലൈക്ക്
ജമ്പിൾഡ് ഓർഡറിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളതായിരിക്കും നമ്മുടെ ഒരു ലൈക്ക് ഓവറോൾ നമുക്കുള്ള ഒരു കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അല്ലാതെയും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് സിമിലർ ടു ദിസ് കേസ്. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് PQRS എന്നുള്ളതാണ്. സോ ഒബ്വിയസ്ലി നമ്മുടെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സെലക്ട് ദ സെന്റൻസസ് ദാറ്റ് കണ്ടെയ്ൻസ് നോ സ്പെല്ലിംഗ് എറേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ 4 സെന്റൻസസ് തന്നിട്ടുണ്ട്. അപ്പം ഇതിൽ സ്പെല്ലിംഗ് എറേഴ്സ് ഇല്ലാത്ത സെന്റൻസ് ഏത് എന്നതാണ് ചോദ്യം. ലെറ്റ്സ് റീഡ്. ഗവൺമെന്റ് ഹാസ് ലോഞ്ച്ഡ് എ റിലേറ്റീവ്ലി എക്സ്റ്റെൻസീവ് സെറ്റ് ഓഫ് റിഫോംസ് ഫോർ അബോർജിൻസ് ഇൻ ദ കൺട്രി എന്നുള്ളതാണ് ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ്. ഓക്കെ, അപ്പം ഇതിൽ അബോർജിൻസ് എന്നുള്ള വാക്കാണ് 4 തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൽ കൃത്യമായിട്ടുള്ള അബോർജിൻസിന്റെ സ്പെല്ലിംഗ് കണ്ടെത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഓപ്ഷൻ സിയിലും ഓപ്ഷൻ ഡിയിലും നോക്കൂ, അബോർജിനൽസ് GY ഒക്കെയാണ് വന്നിരിക്കുന്നത്. സോ നമുക്കറിയാം അബോർജിനൽസ് എന്നുള്ള വാക്കിൽ ഒരിക്കലും GYNES എന്നുള്ള ഫോം വരില്ല. സോ ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം. ഇനി ഓപ്ഷൻ എയിൽ നോക്കിക്കോ, അബോർജിൻസ് ABORGINES എന്നാണ് തന്നിരിക്കുന്നത്. ഇനി ബി ആണെങ്കിലോ ABORIGINES ആണ്. ഓക്കെ, അബോറിജിൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ കൃത്യമായിട്ടുള്ള ലൈക്ക് സെന്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ എ, ദാറ്റ് ഈസ് അബോറിജിൻസ്. ഓക്കെ, ABORGINES ആണ് അബോറിജിൻസ് എന്നുള്ള വാക്കിന്റെ കൃത്യമായിട്ടുള്ള സ്പെല്ലിംഗ്. ഓക്കെ, സോ വി ക്യാൻ ലൈക്ക് ഡിസ്കാർഡ് ഓപ്ഷൻ B2. ഓക്കെ, നൗ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. select the sentences that contains no spelling errors എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സോ സ്പെല്ലിംഗ് എറേഴ്സ് ഇല്ലാത്ത സെന്റൻസ് ഇതിൽ ഏത് എന്നതാണ് ചോദ്യം. സോ ദ ഗിവൻ സെന്റൻസസ് ഗവൺമെന്റ് ഹാസ് ലോഞ്ച്ഡ് എ റിലേറ്റീവ്ലി എക്സ്റ്റെൻസീവ് സെറ്റ് ഓഫ് റിഫോംസ് ഫോർ അബോറിജിൻസ് ഇൻ ദ കൺട്രി. ഓക്കെ, ഇവിടെ പറയുന്നത് നമ്മുടെ ഗവൺമെന്റ് ലൈക്ക് ഒരു എക്സ്ക്ലൂസീവ് സെറ്റ് ഓഫ് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള സെറ്റ് ഓഫ് റിഫോംസ് കൺട്രിയിലെ അബോർജിൻസിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അബോർജിൻസ് എന്ന് പറയുമ്പോൾ ആ കൺട്രിയിൽ തന്നെ ജനിച്ച് വളർന്ന് ജീവിക്കുന്ന ആളുകൾ, നേറ്റീവ്സ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ അബോർജിൻസ് എന്നുള്ള വാക്കാണ് ഇവിടെ ഡിഫറെൻ്റ് ആയിട്ട് തന്നിട്ടുള്ളത്. ഓക്കെ, 4 സ്പെല്ലിങ്സ് ആണ് ഉള്ളത്. സോ നമുക്കിതിൽ കൃത്യമായിട്ടുള്ള സ്പെല്ലിംഗ് വരുന്ന സെൻറ്റൻസ് ഏതാണെന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. ഓക്കെ, സോ അബോർജിൻസ് എന്നുള്ള വാക്കിന്റെ കൃത്യമായിട്ടുള്ള സ്പെല്ലിംഗ് ഇറ്റ് ഈസ് AB ഒറിജിൻ ORIGIN ആൻഡ് ES. ഓക്കെ, അബോർജിൻസ്. സോ ഇവിടെ അങ്ങനെയുള്ള ഒരു സെന്റൻസ് വരുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ ബി. സോ ഹിയർ അവർ ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. നൗ അടുത്തത് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. സോ ഇത് ആക്ച്വലി ഒരു കൊളോക്കേഷൻ ടൈപ്പ് ക്വസ്റ്റൻ ആണ്. ഓക്കെ, സോ ലെറ്റ്സ് സീ ദ കണ്ടിൻജന്റ് മാനേജ് ടു ഡാഷ് സക്സസ്ഫുള്ളി. ഓക്കെ, അപ്പോൾ കണ്ടിൻജന്റ് ലൈക്ക് എന്തോ ഒരു കാര്യം സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാനായിട്ട് ലൈക്ക് കണ്ടിൻജന്റിന് സാധിച്ചു എന്നതാണ് പറയുന്നത്. ഓക്കെ, സോ ഇസ് ഇറ്റ് പാർക്ക് ദ ഡീൽ ഓർ ക്ലോസ് ദ ഡീൽ ഓർ ഹീൽ ദ ഡീൽ ഓർ ക്യാച്ച് ദ ഡീൽ. ഓക്കെ, അപ്പം ഒരു ഡീൽ സക്സസ്ഫുള്ളി ലൈക്ക് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുന്നതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കൊളോക്കേഷൻ ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് ക്ലോസ് ദ ഡീൽ. ഓക്കെ, അപ്പോൾ ഒരു ഡീൽ ക്ലോസ് ചെയ്തു പറഞ്ഞാൽ ലൈക്ക് ആക്ച്വലി ഇറ്റ് മീൻസ് ദാറ്റ് we have did that particular process in a very successful way എന്നുള്ളതാണ്. സോ ഇവിടെ പാർക്ക് ദ ഡീൽ അല്ല, ഹീൽ ദ ഡീൽ അല്ല, ക്യാച്ച് ദ ഡീൽ അല്ല. ഓക്കെ, ക്ലോസ് ദ ഡീലാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് ഒരു ഗ്രാമാറ്റിക്കൽ എറർ കണ്ടെത്താനായിട്ടുള്ള ചോദ്യമാണ്. സോ ദ ഗിവൻ സെന്റൻസ് ഇസ് ഡിവൈഡഡ് ഇൻടു 4 ഡിഫറെൻറ്റ് സെക്ഷൻസ്. അപ്പോൾ ഇതിൽ ഏത് സെക്ഷനിലാണ് ഗ്രാമാറ്റിക്കൽ എറർ വരുന്നത് എന്നതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സോ ലെറ്റ്സ് റീഡ് ദ സെന്റൻസ്. സി Rehan and Ronit are good friends and it don't matter to them as to who is wealthier. ഓക്കെ, അപ്പം റെഹാനും റോണിത്തും നല്ല ഫ്രണ്ട്സാണ്. അപ്പം അതിൽ ആരാണ് വെൽത്തിയോ എന്നുള്ളത് അവർക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ഇതിൽ ഏത് ഭാഗത്താണ് എറർ ഉള്ളത് എന്ന് നോക്കാം. സി റെഹാൻ ആൻഡ് റോണിറ്റ് ആർ, അവിടെ എറർ ഫ്രീ ആണ്. ഗുഡ് ഫ്രണ്ട്സ് ആൻഡ്, അതും എറർ ഫ്രീ ആണ്. ഇറ്റ് ഡോണ്ട് മാറ്റർ ടു, ആ ഒരു ഭാഗത്താണ് നമുക്ക് എറർ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, സോ നമുക്കറിയാം ഇറ്റ് എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ പ്രൊനൗൺ ആണ് അല്ലേ, സിംഗുലർ പ്രൊനൗൺ ആണ്. സോ അപ്പോൾ അതിൻ്റെ കൂടെ വരേണ്ടത് സിംഗുലർ ആയിട്ടുള്ള വേർബാണ്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് എന്താ, ഡു നോട്ട് എന്നുള്ള ഒരു പെർട്ടിക്കുലർ യൂസേജ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ഒബ്വിയസ്ലി ഡു എന്ന് പറയുന്നത് പ്ലൂരൽ ആണ്. സോ ഇറ്റ് ഡു എന്നതിന് പകരം വരേണ്ടത് ഇറ്റ് ഡസ് എന്നുള്ളതാണ്. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് മാറ്റർ അല്ലെങ്കിൽ ഇറ്റ് ഡസിൻറ്റ് മാറ്റർ എന്ന് വേണം ഇവിടെ നമുക്ക് വരാനായിട്ട്. ഓക്കെ, സോ ഇവിടെയാണ് നമ്മുടെ
മിസ്റ്റേക്ക് വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, സോ എങ്ങനെ വരണം സെൻറ്റൻസ്? റെഹാൻ ആൻഡ് റോണിത് ദ ഗുഡ് ഫ്രണ്ട്സ് ആൻഡ് ഇറ്റ് ഡസൻറ്റ് മാറ്റർ ടു ദെം ആസ് ടു ഹൂ ഇസ് വെൽദിയർ എന്ന് വരണം. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. ഇനി നമുക്കുള്ളത് ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സിനണിം കണ്ടെത്താനായിട്ടുള്ള ചോദ്യമാണ്. സോ ദ ഗിവൻ വേർഡ് ഇസ് മോറൽ. ഓക്കെ, അപ്പോൾ മോറൽ എന്നുള്ള വാക്കിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സിനണിം ഏത് എന്നതാണ് ചോദ്യം. സോ ദ ഗിവൻ വേർഡ്സ് ആർ എത്തിക്കൽ, ഓണറബിൾ, ഗോഡ്ലിനെസ് ആൻഡ് സിംഫണി. ഓക്കെ, സോ മോറൽ എന്നുള്ള വാക്കിൻ്റെ സിനണിമായിട്ട് ഇവിടെ വരുന്നത് എത്തിക്കൽ എന്നുള്ള വാക്കാണ്. സോ ഓപ്ഷൻ എ ഇസ് അവർ ആൻസർ. ഓക്കെ, ഓണറബിൾ എന്ന് പറഞ്ഞാൽ വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ ഓണറബിൾ എന്ന് പറയുന്നത്. ഗോഡ്ലിനെസ് എന്ന് പറയുമ്പം ഡിവൈൻ ആയിട്ടുള്ള ഒന്നിനെ പറയുന്നു, ദൈവികമായിട്ടുള്ളത്. സിംഫണി എന്ന് പറയുന്ന സമയത്ത് ദറ്റ് യൂണിറ്റി ദാറ്റ് വി ഹാവ് ഇൻ മ്യൂസിക്, അല്ലെ മ്യൂസിക്കിൽ നമ്മൾ ലൈക്ക് ഒരു സിനോണിമസ് ആയിട്ടുള്ള ഒരു ലൈക്ക് മ്യൂസിക്കൽ നോട്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിംഫണി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ മോറൽ എന്നുള്ള വാക്കിന് സിനണിമായിട്ട് വരുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ എ, ദാറ്റ് ഇസ് എത്തിക്കൽ. ഓക്കെ, നൗ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനിയുള്ളത് ഒരു ഈഡിയം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സോ ദ ഗിവൻ ഈഡിയം ഇസ് a skeleton in the cupboard. ഓക്കെ, അപ്പോൾ a skeleton in the cupboard എന്ന ഈഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഇസ് ഇറ്റ് a popular fact which is not hidden? ഓക്കെ, യാതൊരു വിധത്തിലും ഹൈഡ് ചെയ്യാത്ത വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫാക്റ്റിനെയാണോ a skeleton in the cupboard എന്ന് പറയുന്നത്? ഓർ a popular fact to be kept secret? ഓക്കെ, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ്, പക്ഷെ അത് സീക്രട്ട് ആയിട്ട് മാറ്റിവെക്കേണ്ട ഒന്നാണ്. അങ്ങനെയുള്ള ഒന്നിനെയാണോ ആ സ്കെലിറ്റൺ ഇൻ ദ കബേർഡ് എന്ന് പറയുന്നത്? ഓർ എൻ എംബ്രാസിംഗ് ഫാക്റ്റ് നോട്ട് ടു ബി കെപ്റ്റ് സീക്രട്ട്? ഓക്കെ, അത്ര നല്ലതല്ലാത്ത ഒരു എംബ്രാസിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ്, അത് പക്ഷേ സീക്രട്ടായിട്ട് കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെയുള്ള ഒരു കാര്യത്തെയാണോ ആ സ്കെലിറ്റൺ ഇൻ ദ കബേർഡ് എന്ന് പറയുന്നത്? ഓർ എൻ എംബ്രാസിംഗ് ഫാക്റ്റ് ടു ബി കെപ്റ്റ് സീക്രട്ട്? ഓക്കെ, വളരെ എംബ്രാസിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആയതുകൊണ്ട് തന്നെ അത് സീക്രട്ടായി വെക്കണം എന്നുള്ള രീതിക്ക് വരുന്ന ഒരു മീനിങ് ആണോ ആ സ്കെലിറ്റൺ ഇൻ ദ കബേർഡ് എന്നുള്ള ഈഡിയത്തിനുള്ളത് എന്നതാണ് ചോദ്യം. സോ ഹിയർ our answer is option D, that is an embarrassing fact to be kept secret. ഓക്കെ, സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യേണ്ട ഒരു എംബ്രാസിംഗ് ഫാക്റ്റിനെയാണ് സ്കെലിറ്റൺ ഇൻ ദ കബേർഡ് എന്ന ഈഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. സി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ അണ്ടർലൈൻ വേർഡ് ഇൻ ദ ഗിവൻ സെന്റൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ തന്നിരിക്കുന്ന അണ്ടർലൈൻ ചെയ്ത് തന്നിരിക്കുന്ന വാക്കിന്റെ സിനണിമാണ് നമുക്കിവിടെ കണ്ടെത്തേണ്ടത്. So the given sentence is, even though Margaret had already eaten a large meal, she could not resist eating 2 slices of delectable pie എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി മാർഗരറ്റ് ഒരു ലൈക്ക് നല്ല രീതിക്കുള്ള മീൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അവൾക്ക് പൈയുടെ ഡിലക്റ്റബിൾ ആയിട്ടുള്ള പൈയുടെ 2 സ്ലൈസസ് കഴിക്കാതിരിക്കാനായിട്ട് സാധിച്ചില്ല എന്നതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ഡിലക്റ്റബിൾ എന്നുള്ള വാക്കിന്റെ സിനണിമായിട്ട് വരുന്ന വാക്ക് ഏത്? ഇസ് ഇറ്റ് സ്റ്റെയിൽ ഓർ ഡെലിഷ്യസ് ഓർ ന്യൂട്രീഷ്യസ് ഓർ റോട്ടൻ? ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ദാറ്റ് ഇസ് ഡെലീഷ്യസ്. ഓക്കെ, വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ ഡിലക്റ്റബിൾ എന്ന് പറയുന്നത്. സെയിം ഈസ് അപ്ലിക്കബിൾ ഫോർ ദ വേർഡ് ഡെലീഷ്യസ് ടു. ഓക്കെ, ഇനി സ്റ്റെയിൽ എന്ന് പറഞ്ഞാൽ നോട്ട് ടേസ്റ്റി എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. ന്യൂട്രീഷ്യസ് എന്ന് പറയുമ്പം ഫുൾ ഓഫ് ന്യൂട്രീഷൻ എന്നുള്ള മീനിങ് വരുന്നു. റോട്ടൺ എന്ന് പറയുമ്പം അഴുകിയത്, ഓക്കെ, നോട്ട് ഗുഡ്. ഓക്കെ, അങ്ങനെയുള്ള ഒരു മീനിങ് ആണ് റോട്ടൺ എന്നുള്ള വാക്കിനുള്ളത്. സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്തത് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഫോം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, നറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സെലക്ട് ദ കറക്റ്റ് ഇൻഡയറക്റ്റ് ഫോം. ഓക്കെ, ഡയറക്റ്റ് ഫോമിലുള്ള ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അപ്പം ഇതിൻ്റെ ഇൻഡയറക്റ്റ് ഫോം കണ്ടെത്താനായിട്ടുള്ള ചോദ്യമാണ്. So let's read the sentence. She said to me, the charlatan will be breaking into the safe. Okay, അവൾ എന്നോട് പറഞ്ഞു charlatan will be breaking into the safe എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് will be എന്നുള്ള വേർഡിൻ്റെ അല്ലെങ്കിൽ ആ ഒരു യൂസേജ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം will എന്നുള്ളത് ലൈക്ക് ഡയറക്റ്റ് സെൻറ്റൻസിൽ വരുന്ന സമയത്ത് അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് പോകുമ്പോൾ വുഡ് ആയിട്ടാണ് മാറുന്നത് എന്നുള്ളത് അല്ലേ. സോ ഈ വുഡ് വരുന്ന കേസ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഉണ്ടോ എന്ന് നോക്കാം. സി, ഷീ ടോൾഡ് മീ ദാറ്റ് ദ charlatan വുഡ് ബി ബ്രേക്കിംഗ് ഇൻ ടു ദ സേഫ്. ബി ആണെങ്കിലോ ഷീ സെഡ് ടു മീ ദാറ്റ് ദ charlatan വിൽ ബി എന്ന് തന്നെയാണ് തന്നിരിക്കുന്നത്. സോ ദാറ്റ് ഇസ് റോങ്. മൂന്നാമത്തെ she said to me that the charlatan can be എന്നാണ് തന്നിരിക്കുന്നത്. സോ ദാറ്റ് ഇസ് റോങ്. ആൻഡ് ദ ലാസ്റ്റ് വൺ she said to me that the charlatan is breaking എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ റോങ്. സോ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ദാറ്റ് ഇസ് she told me that the charlatan would be breaking into the safe എന്നുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
അടുത്തതും ഒരു ഇഡിയം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സോ ദ ഗിവൻ ഇഡിയം ഇസ് ഫ്ലൈ ഇൻ ടു എ പാഷൻ. ഓക്കെ, ഫ്ലൈ ഇൻ ടു എ പാഷൻ എന്നുള്ള ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഇസ് ഇറ്റ് ടു ബി എഗ്രസീവ് അറ്റ് ടൈംസ്. ഓക്കെ, ഇടയ്ക്ക് പെട്ടെന്ന് റൂഡായിട്ട് മാറുന്നതിനെയാണോ, റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നതിനെയാണോ ഫ്ലൈ ഇൻ ടു എ പാഷൻ എന്ന് പറയുന്നത്? ഓർ ടു ബിക്കം അഗ്രസീവ് ഓഫൻ. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് റൂഡായിട്ട് പെരുമാറുന്നതിനെയാണോ ഫ്ലൈ ഇൻ ടു എ പാഷൻ എന്ന് പറയുന്നത്? ഓർ ടു ബിക്കം ആംഗ്രി സഡൻലി, പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതിനെയാണോ? അതോ ടു ബി ഓൾവേസ് ആംഗ്രി, ഓക്കെ, എപ്പോഴും ദേഷ്യപ്പെടുന്നതിനെയാണോ എന്നതാണ് ചോദ്യം. സോ ഹിയർ our answer is option C, that is to become angry suddenly. ഓക്കെ, ഫ്ലൈ ഇൻ ടു എ പാഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യപ്പെടുക എന്നുള്ള മീനിങ് ആണ് ആ ഇഡിയത്തിന് ഉള്ളത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. ഇനി നമുക്കുള്ളത് ഒരു ആക്റ്റീവ് പാസീവ് വോയിസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സെലക്ട് ദ കറക്റ്റ് പാസീവ് ഫോം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്നത് ആക്റ്റീവ് വോയിസിലുള്ള ഒരു സെന്റൻസ് ആണ്. ലെറ്റ്സ് റീഡ്. ഷാലു ഹാസ് ഓർഡേർഡ് ന്യൂ കോപ്പീസ് ഓഫ് ദ ആൽബം എന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഹാസിന്റെ യൂസേജ് വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഹാസ് ആക്റ്റീവ് വോയിസിലുണ്ടെങ്കിൽ പാസീവ് വോയിസിലോട്ട് മാറുന്ന സമയത്ത് അത് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ സബ്ജക്റ്റ് വരുന്നത് എന്നത് കൺസിഡർ ചെയ്തതിന് ശേഷം സിംഗുലർ ആണെങ്കിൽ ഹാസ് ബീൻ എന്നും പ്ലൂരൽ ആണെങ്കിൽ ഹാവ് ബീൻ എന്നും. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള യൂസേജ് വരും എന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, സോ ലെറ്റ്സ് സീ. ഷാലു എന്നുള്ളത് ഒബ്ജക്റ്റിന്റെ ഭാഗത്തോട്ട് പോകും, ന്യൂ കോപ്പീസ് എന്നുള്ളത് സബ്ജക്റ്റിന്റെ ഭാഗത്തോട്ട് വരും. ഓക്കെ, സോ ന്യൂ കോപ്പീസ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. ലെറ്റ്സ് റീഡ് ദ ഓപ്ഷൻസ്. ന്യൂ കോപ്പീസ് ഓഫ് ദ ആൽബം. ഓക്കെ, അപ്പം ആൽബത്തിന്റെ ന്യൂ കോപ്പീസ് ഒബ്വിയസ്ലി അത് പ്ലൂരൽ ആണ് അല്ലേ. അപ്പം അതിനുശേഷം വരേണ്ടത് ഹാവ് ബീൻ എന്നുള്ള യൂസേജ് ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഹാവ് ബീനിന്റെ യൂസേജ് വന്നിരിക്കുന്നത് ഏതിലാണ് എന്ന് നമുക്ക് നോക്കാം. സി, ആദ്യത്തേതിൽ ഹാവ് ബീയിങ് എന്നാണ് വന്നിരിക്കുന്നത്, നോട്ട് ബീൻ അല്ലേ. സോ ദാറ്റ് ഈസ് റോങ്. രണ്ടാമത്തേതിൽ ഹാസ് ബീൻ ആണ്, സോ ദാറ്റ് ഈസ് ഓൾസോ റോങ്. മൂന്നാമത്തേതിൽ ഹാസ് ബീൻ തന്നെയാണ്, സോ ദാറ്റ് ഈസ് ഓൾസോ റോങ്. നാലാമത്തെ നോക്കൂ, ന്യൂ കോപ്പീസ് ഓഫ് ദ ആൽബം ഹാവ് ബീൻ ഓർഡേർഡ് ബൈ ഷാലു. ഓക്കെ, സോ ദിസ് ഈസ് our answer. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് തന്നാൽ മനസ്സിലാക്കേണ്ടത്? തന്നിരിക്കുന്ന സെന്റൻസ് നോക്കുക, അതിൽ ഒബ്ജക്റ്റും സബ്ജക്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യും എന്നുള്ളത് ഓർക്കുക. എന്നിട്ട് സബ്ജക്റ്റിന്റെ ഭാഗത്ത് വരുന്നത് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ എന്ന് നോക്കുക. നമുക്കിവിടെ തന്നിരിക്കുന്നതിൽ ഹാസ് ഉള്ളത് കൊണ്ട് തന്നെ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ എന്നുള്ള യൂസേജ് ആണ് വരേണ്ടത് പാസീവ് വോയിസിൽ. സോ സിംഗുലർ ആണെങ്കിൽ ഹാസ് ബീൻ വന്നേനെ, പക്ഷെ ഇവിടെ പ്ലൂരൽ ആയതുകൊണ്ട് ഹാവ് ബീൻ യൂസ് ചെയ്തു. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അ പേഴ്സൺ ഇൻ ലവ് വിത്ത് ഹിംസെൽഫ്. ഓക്കെ, അപ്പം ഒരാൾ അയാൾക്ക് ലൈക്ക് തന്നെ കഴിച്ചേ ഉള്ളൂ, മറ്റ് ആരെയും ഇഷ്ടം, അങ്ങനെയുള്ള ഒരു കേസിൽ നമ്മൾ എങ്ങനെ അയാളെ വിളിക്കാം? ഒറ്റ വാക്കിൽ നമുക്ക് എങ്ങനെ അയാളെ വിളിക്കാം എന്നതാണ് ചോദ്യം. ഇസ് ഇറ്റ് എ നാർസിസിസ്റ്റ് ഓർ ലുനാറ്റിക് ഓർ സ്റ്റോയിക് ഓർ പോളിഗ്ലോട്ട്? ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ദാറ്റ് ഇസ് നാർസിസിസ്റ്റ്. Narcissist is a person in love with himself. Okay, he is not at all considered about others, but he is only considered about himself. Okay, ഇനി ലുനാറ്റിക് എന്ന് പറഞ്ഞാലോ മാഡ് ആയിട്ടുള്ള, ഓക്കെ, ഭ്രാന്തനെയാണ് നമ്മൾ ലുനാറ്റിക് എന്ന് പറയുന്നത്. സ്റ്റോയിക് ഈസ് എ പേഴ്സൺ ഹു ഈസ് ഇൻഡിഫറെൻറ്റ് ടു പ്ലഷേഴ്സ് ആൻഡ് പെയിൻസ് ഇൻ ലൈഫ്. ഓക്കെ, ലൈഫിലുള്ള ലൈക്ക് സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ഒക്കെ നിർവികാരതയോടെ നിൽക്കുന്ന ഒരാളെയാണ് നമ്മൾ സ്റ്റോയിക് എന്ന് പറയുന്നത്. നൗ കംസ് പോളിഗ്ലോട്ട്. പോളിഗ്ലോട്ട് ഈസ് എ പേഴ്സൺ ഹു ക്യാൻ യൂസ് സെവറൽ ലാംഗ്വേജസ്, ഹു ക്യാൻ സ്പീക്ക് സെവറൽ ലാംഗ്വേജസ്. ഓക്കെ, ഒരുപാട് ഭാഷകൾ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളെയാണ് നമ്മൾ പോളിഗ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്തതും ഒരു വോയിസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ്സ് സീ. സെലക്ട് ദ കറക്റ്റ് പാസീവ് ഫോം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ തന്നിരിക്കുന്നത് ആക്റ്റീവ് വോയിസിലുള്ള സെന്റൻസ് ആണ്. ഹി ഹാസ് ഡൗൺലോഡഡ് ദ മൂവി ഓൺ ഹിസ് ഫോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഒബ്വിയസ്ലി നമുക്ക് ഇവിടെ ഹാസിന്റെ യൂസേജ് ഉണ്ട്. സോ നമുക്ക് പാസീവ് വോയിസിൽ ഹാസ് ബീൻ അല്ലെങ്കിലോ ഹാവ് ബീൻ വരണം അല്ലേ. സിംഗുലർ ആണെങ്കിൽ നമുക്ക് ഹാസ് ബീൻ എന്ന് വരും, പ്ലൂരൽ ആണെങ്കിൽ ഹാവ് ബീൻ എന്ന് വരും. ഓക്കെ, നോക്കാം. സി, ഇവിടെ ഹി എന്നുള്ളതാണ് സബ്ജക്റ്റിന്റെ ഭാഗത്ത് വന്നിട്ടുള്ളത്. ലൈക്ക് വൈസ് മൂവി എന്നുള്ളതാണ് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. സോ ഇത് നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യുന്ന സമയത്ത് ദ മൂവി എന്നുള്ളത് ആദ്യ ഭാഗത്തോട്ട് വരും. നമുക്കറിയാം മൂവി എന്നുള്ളത് സിംഗുലർ ആണ്. സോ ഒബ്വിയസ്ലി ഹാസ് ബീൻ ആണ് വരേണ്ടത്. ഓക്കെ, സോ ദ മൂവി ഹാസ് ബീൻ എന്ന് വരുന്നത് ഏതാണ് എന്ന് നോക്കാം. സി, ആദ്യത്തേതിൽ ദ മൂവി ഹാസ് ബീൻ ഡൗൺലോഡഡ് ബൈ ഹിം ഓൺ ഹിസ് ഫോൺ എന്ന് വന്നിട്ടുണ്ട്. രണ്ടാമത്തേതിലോ വാസ് ഡൗൺലോഡഡ് എന്നാണ്, സോ ദാറ്റ് ഈസ് റോങ്. മൂന്നാമത്തേതിൽ ഈസ് ബീൻ ഡൗൺലോഡഡ് ആണ്, ദാറ്റ് ഈസ് ഓൾസോ റോങ്. നാലാമത്തേതിൽ ആർ ബീങ് ഡൗൺലോഡഡ് ആണ്, സോ ദാറ്റ് ഈസ് ഓൾസോ റോങ്. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ക്ലിയർ? നൗ ലെറ്റ്സ് മൂവ് ഓൺ.
അടുത്തത് ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സോ ദ ഗിവൻ സെന്റൻസസ് ഗിവിംഗ് ദ വറിയിങ് ഇംപ്രഷൻ ദാറ്റ് സംതിങ് ബാഡ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. ഓക്കെ, എന്തോ നന്നല്ലാത്തത് നടക്കാനായിട്ട് പോകുന്നു എന്ന് നമുക്ക് തോന്നിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ, അതിനെ നമുക്ക് എങ്ങനെ വിളിക്കാം എന്നതാണ് ചോദ്യം. ഇസ് ഇറ്റ് ഡെസലേറ്റ്, സസ്പീഷ്യസ്, ഓർ ഓംനിയസ്, ഓർ ബ്ലീക്ക്? ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ദാറ്റ് ഇസ് ഓംനിയസ്. ഓംനിയസ് മീൻസ് ഗിവിംഗ് ദ വറിയിങ് ഇംപ്രഷൻ ദാറ്റ് സംതിങ് ബാഡ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഓക്കെ, എന്തോ നന്നല്ലാത്തൊരു കാര്യം നടക്കാനായിട്ട് പോകുന്നു എന്നുള്ള ഒരു വിചാരം നമുക്കുള്ളിൽ ഉണ്ടാവുന്നതിനെയാണ് ഓംനിയസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡെസലേറ്റ് എന്ന് പറഞ്ഞാലോ, ലൈക്ക് ഐസൊലേറ്റഡ് ആയിട്ടുള്ള, അവഗണിക്കപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ ഡെസലേറ്റ് എന്ന് പറയുന്നത്. സസ്പീഷ്യസ് എന്ന് പറയുമ്പം ഡൗട്ട്ഫുൾ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഓക്കെ, ലൈക്ക് എന്തിനേയും ഡൗട്ടോടുകൂടി മാത്രം കാണുന്ന ഒരു അവസ്ഥ. ഓക്കെ, ഇനി ബ്ലീക്ക് എന്ന് പറഞ്ഞാലോ, ഹോപ്പ്ഫുൾ അല്ലാത്ത, കോൾഡ് ആയിട്ടുള്ള, ഡൾ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ ബ്ലീക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ക്ലിയർ? നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സി ദ ന്യൂ ഷോപ്പ് ദാറ്റ് ഓപ്പൺ ലാസ്റ്റ് വീക്ക് a hardly sufficient stock of the products that it advertised about. അപ്പം ഈ തന്നിരിക്കുന്ന സെന്റൻസിൽ അണ്ടർലൈൻ ചെയ്ത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്, അതായത് ആർ ഹാർഡ്ലി എന്നുള്ളത് മാറ്റിയിട്ട് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് ചൂസ് ചെയ്താലാണ് ഈ ഒരു സെന്റൻസ് ഗ്രാമാറ്റിക്കലി കുറച്ചുകൂടി ഇംപ്രൂവൈസ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ ഇതൊരു ഫ്രേസ് സബ്സ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ദ ന്യൂ ഷോപ്പ് ദാറ്റ് ഓപ്പൺ ലാസ്റ്റ് വീക്ക്, അല്ലെ, കഴിഞ്ഞ ആഴ്ച ഓപ്പൺ ചെയ്ത ആ പുതിയ ഷോപ്പ്, a hardly sufficient stock of the products that is advertised about. ഓക്കെ, അത് അഡ്വർടൈസ് ചെയ്ത, അതായത് ആ ഷോപ്പിൽ ഉണ്ടാവും എന്ന് പറഞ്ഞ് അഡ്വർടൈസ് ചെയ്ത പ്രോഡക്ട്സിന്റെ സ്റ്റോക്സ് സഫീഷ്യൻ്റ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയേണ്ടത്. ഓക്കെ, സോ ഹാർഡ്ലി ഹാഡിൻ്റെ എന്ന് വരുമോ, ഹാർഡ്ലി ഹാഡ് എന്ന് വരുമോ, ഹാർഡ്ലി ഈസ് ഹാവിങ് എന്ന് വരുമോ, അതോ ഈസ് ഹാഡ് എന്ന് വരുമോ എന്നതാണ് ചോദ്യം. ഓക്കെ, സോ നമുക്കിവിടെ ചൂസ് ചെയ്യേണ്ടത് ഓപ്ഷൻ ബി ആണ്. ദാറ്റ് ഇസ് ഹാർഡ്ലി ഹാഡ്. ഓക്കെ, ഹാർഡ്ലി എന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള വേർഡാണ്. ഇറ്റ് മീൻസ് തീരെ ഇല്ല എന്നുള്ള ഒരു മീനിങ് കിട്ടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഹാർഡ്ലി. ഓക്കെ, അപ്പം അതുപോലെ ഇവിടെ പൊസഷൻ കാണിക്കാനായിട്ട് ഹാഡ് എന്നുള്ള ലൈക്ക് ലിങ്കിങ് വേർബ് കൂടി നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദ ന്യൂ ഷോപ്പ് ദാറ്റ് ഓപ്പൺ ലാസ്റ്റ് വീക്ക് ഹാർഡ്ലി ഹാഡ് സഫിഷ്യൻറ്റ് സ്റ്റോക്ക് ഓഫ് ദ പ്രോഡക്ട്സ് ദാറ്റ് ഇറ്റ് അഡ്വർടൈസ്ഡ് അബൌട്ട് എന്ന് വരും. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്ത ക്വസ്റ്റ്യനും ഒരു വോയിസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം വോയിസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, അതുപോലെ നെറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. സോ വി മസ്റ്റ് ബി വെരി thorough with the basic rules related to these topics. Okay, so let's see the like sentence. The wounded man was being held by a few men എന്നുള്ളതാണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് എക്സ്പ്രസസ് ദ ഗിവൻ സെന്റൻസ് ഇൻ ആക്റ്റീവ് വോയിസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ തന്നിരിക്കുന്നത് പാസീവ് വോയിസിലുള്ള ഒരു സെന്റൻസ് ആണ്. സോ നോക്കിക്കേ, ദ വൂണ്ടഡ് മാൻ എന്നുള്ളതാണ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ലൈക്ക് വൈസ് ആ ഫ്യൂ മെൻ എന്നുള്ളതാണ് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസറിൽ, അതായത് ആക്റ്റീവ് വോയിസിൽ ആ ഫ്യൂ മെൻ എന്നുള്ളതാണ് ആദ്യം വരുന്നത്. ഓക്കെ, സോ ആ ഫ്യൂ മെൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന രണ്ട് സെന്റൻസസേ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കറക്റ്റ് ആയിട്ടുള്ളൂ. സോ ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും നമുക്ക് ഡിസ്കാർഡ് ചെയ്യാവുന്നതാണ്. ഇനി നോക്കിക്കേ, ആ ഫ്യൂ മെൻ എന്ന് പറയുന്നത് ലൈക്ക് ഇറ്റ് ഇസ് ഇൻ പ്ലൂരൽ അല്ലേ. സോ ഇവിടെ തന്നിരിക്കുന്ന ലൈക്ക് ഫോം നോക്കിക്കേ, വാസ് ബീയിങ് എന്നുള്ള ഫോമാണ്. ഓക്കെ, വാസ് ബീയിങ് ഹെൽപ്ഡ്. അപ്പോൾ ബീയിങ് വന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം ആക്റ്റീവ് വോയിസിലോട്ട് മാറ്റുന്ന സമയത്ത് ING ഫോം ഓഫ് ദ വേർബാണ് വരേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ വാസ് എന്ന് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി എന്താ, ഇത് പാസ്റ്റ് ടെൻസിലുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇത് ആക്റ്റീവിലോട്ട് മാറ്റുന്ന സമയത്ത് ഒന്നുകിൽ വാസ് വരണം അല്ലെങ്കിൽ വേർ വരണം എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പം ഇവിടെ നോക്കി, ആ ഫ്യൂ മെൻ എന്ന് പറയുമ്പം ഇത് പ്ലൂരൽ ആണ്. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് വേർ ആണ് ചൂസ് ചെയ്യേണ്ടത്. സോ ആ ഫ്യൂ മെൻ വേർ എന്ന് വരുന്ന ഒരേ ഒരു ആൻസറേ നമുക്കുള്ളൂ, അത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ ബിയിൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത്, ആ ഫ്യൂ മെൻ ആർ ഹെൽപ്പിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, തന്നിരിക്കുന്നത് പാസ്റ്റ് ടെൻസിലുള്ള സെന്റൻസ് ആയതുകൊണ്ട് നമുക്കറിയാം ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ സെന്റൻസ് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ടെൻസിൽ മാറ്റം വരുന്നില്ല. ഓക്കെ, പക്ഷേ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ അങ്ങനെയല്ല. ലൈക്ക് തന്നിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാസ്റ്റ് ടെൻസ് വേണം നമുക്ക് ലൈക്ക് നറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്യാൻ. ഓക്കെ, പക്ഷേ ഇവിടെ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് ടെൻസിൽ ചേഞ്ചസ് വരുത്തേണ്ട ആവശ്യമില്ല. ടെൻസ് അത് തന്നെയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. Now let's see the next question.
തന്നിരിക്കുന്ന സെന്റൻസിൽ ഓക്കെ നോക്കിയിട്ട് അതിൽ ഇവിടെ തന്നിരിക്കുന്ന വാക്കിന് ആന്റണിയുമായിട്ട് വരുന്ന വാക്ക് ഏത് എന്നുള്ളത് ചൂസ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദ ഗിവൻ വേർഡ് ഇസ് മൊബൈൽ. ഓക്കെ, സോ ഈ മൊബൈൽ എന്നുള്ള വാക്കിന് ആന്റണിയുമായിട്ട് വരുന്ന വാക്ക് നമുക്ക് ഇതിൽ നിന്ന് ചൂസ് ചെയ്യണം. ഓക്കെ, സോ ദ ഗിവൻ സെന്റൻസസ് ദ സ്ട്രേഞ്ച് TV reporter standing over there covers all the funny and interesting things happening inside the town എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം. ഇൻട്രസ്റ്റിംഗ്, സ്ട്രേഞ്ച്, ഇൻസൈഡ് ആൻഡ് സ്റ്റാൻഡിങ്. ഓക്കെ, അപ്പം മൊബൈൽ എന്നുള്ള വാക്ക് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വരിക നമ്മുടെ കയ്യിലുള്ള സെൽഫോൺസ് ആയിരിക്കും അല്ലേ. സോ മൊബൈൽ എന്നുള്ള വാക്ക് ആക്ച്വലി ഇറ്റ് മീൻസ് സംതിങ് വിച്ച് ഇസ് മൂവബിൾ. ഓക്കെ, മൂവ് ചെയ്യുന്ന ഒന്നിനെയാണ്, ഡൈനാമിക് ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ മൊബൈൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ മൂവ് ചെയ്യാത്ത എന്നുള്ള ഒരു മീനിങ് വരുന്ന ഒരു വാക്ക് വേണം നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാനായിട്ട്. സോ ഒബ്വിയസ്ലി ഓപ്ഷൻ ഡി ആണ് ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്, ദാറ്റ് ഇസ് സ്റ്റാൻഡിങ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്തത് ഒരു ഗ്രമാറ്റിക്കൽ എറർ കണ്ടെത്താനായിട്ടുള്ള ചോദ്യമാണ്. ലെറ്റ്സ് റീഡ് ദ സെന്റൻസ്. വൺ ക്യാൻ നെവർ ഇമാജിൻ ഹൗ ഹോട്ട് ഇറ്റ് ഗെറ്റ്സ് ഇൻ ഡൽഹി അൺലെസ് വൺ ഡസൻ ഗോ ദെയർ ഇൻ പേഴ്സൺ. സോ ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ലൈക്ക് ഡൽഹിയിലോട്ട് നമ്മൾ നേരിട്ട് പോയിട്ട് അനുഭവിച്ചാലല്ലാതെ ഒരാൾക്കും അവിടെ എന്തുമാത്രം ചൂടാണ് ഉള്ളത് എന്നുള്ളത് അറിയാനായിട്ട്, ഇമാജിൻ ചെയ്യാനായിട്ട് പോലും സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ ഇതിൽ ഏത് ഭാഗത്താണ് എറർ ഉള്ളത് എന്ന് നോക്കാം. വൺ ക്യാൻ നെവർ ഇമാജിൻ, ദാറ്റ് ഇസ് എറർ ഫ്രീ. ഹൗ ഹോട്ട് ഇറ്റ് ഗെറ്റ്സ് ഇൻ ഡൽഹി, ദാറ്റ് ഇസ് ഓൾസോ എറർ ഫ്രീ. ദെൻ അൺലെസ് വൺ ഡസൻ ഗോ, ആ ഒരു ഭാഗത്താണ് നമുക്ക് എറർ കാണാനായിട്ട് സാധിക്കുന്നത്. സി, അൺലെസ് എന്നുള്ള വാക്ക് നെഗറ്റീവ് കൊണോട്ടേഷൻ ഉള്ളതാണ്. ഓക്കെ, ഇറ്റ് മീൻസ് ലൈക്ക് ഓൺ എ കണ്ടീഷൻ ദാറ്റ് എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. ഇവിടെ നോട്ട് എന്നുള്ള ഒരു വാക്ക് കൂടി ഉണ്ട്. അപ്പം ഇവിടെ ഈ ഒരു സെന്റൻസിൽ ഡബിൾ നെഗറ്റീവ്സിന്റെ ഒരു മിസ്റ്റേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് അൺലെസ് വൺ ഡസ് ഗോ എന്നാണ് വേണ്ടത്. ഓക്കെ, ഈ ഒരു നോട്ട് നമുക്ക് ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെന്റൻസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ D, that is unless one doesn't go. Okay, now let's move on. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The interviewees were slowly becoming impatient as they were left to dash in the waiting room for hours. അല്ലേ, നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് ഇറ്റ് ഓൾവേസ് ഹാപ്പൻസ് അല്ലേ, ചില സമയത്ത് നമുക്ക് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരാറുണ്ട് അല്ലേ. അപ്പം ഇവിടെ നോക്കൂ, ലൈക്ക് the interviewees were slowly becoming impatient as they were left to dash. Okay, left to flog a dead horse എന്നാണോ, cool their heels ആണോ, draw the long bow ആണോ, അതോ hold water ആണോ എന്നതാണ് ചോദ്യം. Okay, now let's see the options. See, first one is flog a dead horse. Now comes cool their heels, then comes draw the long bow and comes hold water. Okay, ഈ തന്നിരിക്കുന്ന 4 ഇഡിയംസ് ആണ്. സോ ഇതിൽ ഏത് ഇഡിയം ആണ് ഈ ബ്ലാങ്കിൽ സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് എന്നതാണ് ചോദ്യം. സോ ദാറ്റ് വിൽ ഗെറ്റ് എ മീനിങ് സെന്റൻസ്. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് കൂൾ ദെയർ ഹീൽസ്. ഓക്കെ, അപ്പം കൂൾ ദെയർ ഹീൽസ് എന്ന് പറഞ്ഞാൽ ഒരാളെ ഒരുപാട് നേരം ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് ഈ ഒരു ഇഡിയം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് സീ ദ അതർ ഇഡിയംസ് ടു. സി, ഫ്ലോഗ് എ ഡെഡ് ഹോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജി, നമ്മുടെ മണി, അതുപോലെ ടൈം, ഇതെല്ലാം ഫ്യൂട്ടൈൽ ആയിട്ടുള്ള, യൂസ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യത്തിന്, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നതിനെയാണ് ഫ്ലോഗ് എ ഡെഡ് ഹോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡ്രോ ദ ലോങ് ബോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെല്ലിംഗ് എക്സാജറേറ്റഡ് സ്റ്റോറീസ് എന്നുള്ളതാണ്. ആൻഡ് ഹോൾഡ് വാട്ടർ മീൻസ് ലൈക്ക് വാലിഡ് ആയിട്ടുള്ള കൺക്ലൂഷൻസ്, വാലിഡ് ആയിട്ടുള്ള ഒപ്പീനിയൻസ്, പോയിന്റ്സ്, അതിനെയാണ് നമ്മൾ ഹോൾഡ് വാട്ടർ എന്നുള്ള ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സി, അബു സെഡ് ദാറ്റ് ഹീ സോ ദ പിക്ചർ. അപ്പോൾ ഇതിൽ ഹീ സോ ദ പിക്ചർ എന്നുള്ള ഭാഗം അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. സോ ഇവിടെ ഫ്രേസ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് വരുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് റീപ്ലേസ് ചെയ്താലാണ് ഈ ഒരു സെന്റൻസിനെ കുറച്ചുകൂടി ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആക്കാനായിട്ട് സാധിക്കുക എന്ന് നോക്കാം. സി, അബു സെഡ് എന്നുള്ളത് ഒരു ക്ലോസ് ആണ് അല്ലേ, അതുപോലെ ഹീ സോ ദ പിക്ചർ എന്നുള്ളത് മറ്റൊരു ക്ലോസ് ആണ്. അപ്പം രണ്ട് ക്ലോസിനെ ദാറ്റ് എന്നുള്ള ലിങ്കിങ് വേർഡ് വെച്ച് കൺജങ്ഷൻ ആയിട്ട് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ ഇവിടെ ആദ്യത്തേതിൽ വന്നിരിക്കുന്നത് സെഡ് എന്നുള്ളതാണ്. സോ ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ളതാണ്.
സോ രണ്ട് ക്ലോസസിനെ ഒരു കൺജങ്ഷൻ യൂസ് ചെയ്ത് കണക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തേതിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് അടുത്തതിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഹീ സോ ദ പിക്ചർ എന്നതിന് പകരം വേണ്ടത് ഹീ ഹാഡ് സീൻ ദ പിക്ചർ എന്നുള്ളതാണ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ? നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ അപ്രോപ്രിയേറ്റ് ആഡ്വേർബ്. ഓക്കെ, ആഡ്വേർബ് ഫോർ ദ അണ്ടർലൈൻഡ് വേർഡ്. അണ്ടർലൈൻ ചെയ്ത് തന്നിരിക്കുന്ന വാക്കിനെ മാറ്റി നമുക്ക് ഇവിടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മറ്റൊരു ആഡ്വേർബ് കൊണ്ടുവരണം. ഓക്കെ, സോ ആഡ്വേർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്വിയസ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം, വേർബിനെ ക്വാളിഫൈ ചെയ്യുന്ന ഒരു വേർഡാണ് ആഡ്വേർബ് എന്ന് പറയുന്നത്, അല്ലേ? സോ ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ് ആഡ്വേർബ് എപ്പോഴും അവസാനിക്കുന്നത് മിക്കവാറും LYയിലായിരിക്കും. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന വാക്കുകൾ ഓപ്ഷൻസ് നോക്കിക്കേ. obviousness, obviously, obliviously, obviously and obliviousness. Okay, സോ ഒബ്ലീവിയൻ എന്നൊക്കെ പറഞ്ഞാൽ മറവി എന്നുള്ള ഒരു മീനിങ് ഒക്കെ വരുന്ന വാക്കാണ്. സോ അത് നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും ക്യാൻസൽ ചെയ്യാം. നമുക്കിവിടെ ഉള്ളത് ഒബ്വിയസ് എന്നുള്ള വാക്കാണ്. ഓക്കെ, സോ ഒബ്വിയസ് എന്നുള്ള വാക്കിൻ്റെ അതിൻ്റെ ആഡ്വേർബായിട്ട് വരുന്ന ഫോം ഏത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ദാറ്റ് ഈസ് ഒബ്വിയസ്ലി. ഓക്കെ, ഒബ്വിയസ്ലി എന്നുള്ള വാക്കാണ് നമുക്കിവിടെ വേണ്ടത്. സോ കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് എങ്ങനെ വരും? ഹി ലെറ്റ് മീ ടു ദ റൂം ദാറ്റ് ഹാഡ് ഒബ്വിയസ്ലി ബീൻ ബിൽറ്റ് ലേറ്റർ ദാൻ ദ റെസ്റ്റ് ഓഫ് ദ ഹൗസ് എന്ന് വരും. ഓക്കെ, അപ്പം അത് ഒബ്വിയസ് ആണ്. അത് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് അറിയുന്നുണ്ട്, അതിന് വേറെ മറ്റൊരു പ്രൂഫും ആവശ്യമില്ല. ഇറ്റ് ഈസ് ഓൾറെഡി അണ്ടർസ്റ്റുഡ് എന്നുള്ള ഒരു മീനിങ് ആണ് ഒബ്വിയസ് എന്നുള്ള വാക്കിനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ആഡ്വേർബ് ആക്കിയത് കൊണ്ട് നമ്മൾ LY ഫോമാണ് യൂസ് ചെയ്യുന്നത്. സോ ഒബ്വിയസ്ലി എന്നുള്ള വാക്ക് ചൂസ് ചെയ്യുന്നു. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനണിം ആണ് പറഞ്ഞിരിക്കുന്നത്. സെയിം മീനിങ് വരുന്ന വാക്കാണ്. എക്സോൾട്ടേഷൻ എന്നുള്ളതാണ് തന്നിരിക്കുന്ന വാക്ക്. എക്സോൾട്ടേഷൻ പറഞ്ഞാൽ എക്സ്ട്രീം ഹാപ്പിനെസ് ആണ്. ഓക്കെ, എക്സ്ട്രീം ഹാപ്പിനെസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സോൾട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ഒരു മീനിങ് വരുന്ന വാക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് എന്ന് നോക്കാം. ഇലാബറേഷൻ എന്ന് പറഞ്ഞാൽ വലിച്ചു നീട്ടുക എന്നുള്ള മീനിങ് ആണ് വരുന്നത്. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പം സംതൃപ്തി എന്നുള്ള മീനിങ് ആണ്. ഡിജക്ഷൻ എന്ന് പറയുമ്പം അവോയ്ഡ് ചെയ്യുന്നതിനെയാണ് പറയുന്നത്, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുന്നതിനെയാണ് പറയുന്നത്. എക്സ്റ്റസി മീൻസ് എക്സ്ട്രീം ഹാപ്പിനെസ്. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് എക്സ്റ്റസി. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ ഇത് ആക്ച്വലി ഒരു phrase substitution related ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ്സ് സി. സോളമൻ ഓൾവേസ് റെഫേഴ്സ് ഇൻ ദ ഡിക്ഷണറി ഫോർ ക്ലിയറിംഗ് ഡൗട്ട്സ് അബൌട്ട് വേർഡ്സ്. ഓക്കെ, അപ്പോൾ സോളമൻ എന്ത് ചെയ്യും? വേർഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യുന്നതിനായിട്ട് ഡിക്ഷണറി റെഫർ ചെയ്യാറുണ്ട് എന്നതാണ് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഇൻ ദ ഡിക്ഷണറി എന്നതിന് പകരം വരേണ്ടത് എന്ത്? ഓൺ ദ ഡിക്ഷണറി ആണോ, അതോ നോ സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ, അതോ ടു ദ ഡിക്ഷണറി ആണോ, അതോ വിത്ത് ദ ഡിക്ഷണറി ആണോ എന്നതാണ് ചോദ്യം. ഓക്കെ, സോ ഇൻ ദ ഡിക്ഷണറി എന്ന് പറയുന്ന സമയത്ത് ഡിക്ഷണറിക്ക് അകത്ത് എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. ഓൺ ദ ഡിക്ഷണറി ആണെങ്കിലോ ഡിക്ഷണറിക്ക് പുറത്ത് എന്നുള്ള മീനിങ് വരുന്നു. ദെൻ അല്ലെങ്കിൽ ഡിക്ഷണറിക്ക് മുകളിൽ എന്നുള്ളൊരു മീനിങ് വരുന്നു. ദെൻ വിത്ത് ദ ഡിക്ഷണറി എന്ന് പറയുമ്പോൾ ഡിക്ഷണറിയോട് കൂടി എന്നുള്ള മീനിങ് ആണ് വരുന്നത്. സോ ഈ റെഫേഴ്സിന് ശേഷം നമുക്ക് വേണ്ട പ്രപ്പോസിഷൻ ഇറ്റ് ഈസ് നോട്ട് ഇൻ ബട്ട് ടു. ഓക്കെ, ടു എന്നുള്ള പ്രപ്പോസിഷനാണ് നമ്മൾ റെഫേഴ്സ് എന്നുള്ള വാക്കിന് ശേഷം യൂസ് ചെയ്യേണ്ടത്. സോ എങ്ങനെ വരും സെൻറ്റൻസ്? സോളമൻ ഓൾവേസ് റെഫേഴ്സ് ടു ദ ഡിക്ഷണറി ഫോർ ക്ലിയറിംഗ് ഡൗട്ട്സ് അബൌട്ട് വേർഡ്സ് എന്ന് വരും. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ കറക്റ്റ് ഡയറക്റ്റ് ഫോം ഓഫ് ദ ഗിവൻ സെൻറ്റൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഇൻഡയറക്റ്റ് ഫോമിലുള്ളതാണ്. അപ്പം ഇതിൻ്റെ ഡയറക്റ്റ് ഫോമിൽ കറക്റ്റായിട്ട് വരുന്ന ഫോം ഏത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് റീഡ് ദ സെൻറ്റൻസ്. മിസ്റ്റർ ശർമ്മ ആസ്ക്ഡ് ഹിം ഇഫ് മായ ഹാഡ് ഇൻവൈറ്റഡ് ഹിം ഫോർ ലഞ്ച് എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ്. ഓക്കെ, സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കൂ. മിസ്റ്റർ ശർമ്മ സെഡ് ടു ഹിം, ഹാസ് മായ ഇൻവൈറ്റഡ് യു ഫോർ ലഞ്ച്? ഓക്കെ, ബിയിൽ മിസ്റ്റർ ശർമ്മ സെഡ് ടു മീ, ഹാസ് മായ ഇൻവൈറ്റഡ് യു ഫോർ ലഞ്ച്? സിയിലും ഡിയിലും നോക്കാം. മിസ്റ്റർ ശർമ്മ സെഡ് ടു ഹിം, ഹാഡ് മായ ഇൻവൈറ്റഡ് അസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പക്ഷേ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? മിസ്റ്റർ ശർമ്മ
ലൈക്ക് ആസ്ഡ് ഹിം ഇഫ് മായ ഹാഡ് ഇൻവൈറ്റഡ് ഹിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം അവിടെ അവനെ എന്നാണ് തന്നിരിക്കുന്ന സെൻറ്റൻസിലുള്ളത്. ഓക്കെ, അല്ലാതെ നമ്മളെ എന്നല്ല. സോ അസിൻ്റെ യൂസേജ് ഇവിടെ റോങ് ആണ്. സോ ഓപ്ഷൻ സി ഇസ് റോങ്. ഓൾസോ ഓപ്ഷൻ ഡി ഇസ് റോങ്. കാരണം എന്താ, ഡിയിലും അസിൻ്റെ യൂസേജ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എ ആണോ ബി ആണോ ആൻസർ എന്നുള്ളതാണ് അറിയേണ്ടത്. സോ നോക്കൂ, മിസ്റ്റർ ശർമ്മ സെറ്റ് ടു ഹിം ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇനി ബിയിലാണെങ്കിലോ മിസ്റ്റർ ശർമ്മ സെറ്റ് ടു മീ എന്നാണുള്ളത്. ഓക്കെ, സോ ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ആസ്ഡ് ഹിം എന്നുള്ളതാണ്. അത് ലൈക്ക് ഡയറക്റ്റ് ഫോമിലോട്ട് മാറുന്ന സമയത്ത് സെറ്റ് ടു ഹിം എന്നായിട്ട് മാറുന്നു എന്ന് മാത്രം. ഓക്കെ, സോ മീ എന്നുള്ള ലൈക്ക് യൂസേജ് ഇവിടെ റോങ് ആണ്. സോ ഓപ്ഷൻ ബി ഈസ് ഓൾസോ റോങ്. സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. സി, അടുത്തത് ഒരു fill in the blank type of question ആണ്. Let's read the sentence first. See, the little boy demanded colorful balloons, ribbons in the village fair. When the father didn't pay heed to his demands, the boy made a dash. ഓക്കെ, അപ്പം വില്ലേജ് ഫെയറിൽ പോയ സമയത്ത് അവിടെ കണ്ട കളർഫുൾ ആയിട്ടുള്ള ബലൂൺസ്, റിബൺസ് ഒക്കെ വേണമെന്ന് ആ ചെറിയ ആൺകുട്ടി ഡിമാൻഡ് ചെയ്തു. ഓക്കെ, പക്ഷേ ആളുടെ അച്ഛൻ ഡിഡിൻറ്റ് പേ ഹീഡ് എന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധിച്ചില്ല എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം അച്ഛൻ അവൻ്റെ ഡിമാൻഡ്സ് ശ്രദ്ധിക്കാതെ ആയതോട് കൂടിയിട്ട് അവൻ എന്ത് ചെയ്തു, ദ ബോയ് മെയ്ഡ് എ ഡാഷ്. ഓക്കെ, അപ്പം അവിടെ ക്ലോവൻ ഹൂഫ് എന്ന് വരുമോ, റൈ ഫേസ് എന്ന് വരുമോ, അ ഫാർ ക്രൈ എന്ന് വരുമോ, ജോണ്ടീസ്ഡ് ഐ എന്ന് വരുമോ എന്നതാണ് ചോദ്യം. സോ ക്ലോവൻ ഹൂഫ് എന്ന് പറഞ്ഞാൽ ചില ക്യാറ്റിൽസിൻ്റെ ഒക്കെ കാലുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ലൈക്ക് സ്പ്ലിറ്റഡ് ആയിരിക്കും, അതാണ് ഉദ്ദേശിക്കുന്നത്. റൈ ഫേസ് എന്ന് പറയുമ്പം ലൈക്ക് നമ്മൾ ഫ്രൗണി ഇല്ലേ, ഡിസ്ഡെയിനോടുകൂടി ഫ്രൗൺ ചെയ്യുന്നതിനെയാണ് റൈ ഫേസ് എന്ന് പറയുന്നത്. ആ ഫാർ ക്രൈ എന്ന് പറയുമ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്നിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഈഡിയമാണ്. ലൈക്ക് വൈസ് ജോണ്ടീസ്ഡ് ഐ എന്ന് പറയുമ്പോൾ പ്രിജുഡിസ്ഡ് ആയിട്ടുള്ള വ്യൂ. ഓക്കെ, അതായത് ഒരു മുൻധാരണയോടുകൂടി കാര്യങ്ങളെ സമീപിക്കുന്നതിനെയാണ് ജോണ്ടീസ്ഡ് ഐ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ദാറ്റ് ഈസ് റൈ ഫേസ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സി, ഇതൊരു ലൈക്ക് സിനോണിം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഈ ഒരു സെൻറ്റൻസിൽ ഒരു പെർട്ടിക്കുലർ വേർഡ് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. നെക്സസ് എന്നുള്ളതാണ് ആ വേർഡ്. ഓക്കെ, അപ്പോൾ അതിന് സിമിലർ ആയിട്ട് വരുന്ന വാക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് എന്നതാണ് ചോദ്യം. So let's read the sentence. The present paper throws light on the nexus between the academic performance and mental health of children എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നെക്സസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കണക്ഷൻ എന്നുള്ളതാണ്. ഓക്കെ, സോ കണക്ഷൻ എന്നുള്ള മീനിങ് വരുന്ന മറ്റൊരു വാക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ദാറ്റ് ഈസ് ലിങ്ക്. ഓക്കെ, സോ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ലൈക്ക് പ്രശ്നത്തെയാണ്, ഇഷ്യൂവിനെയാണ് സൂചിപ്പിക്കുന്നത്. അലൈൻമെൻറ്റ് എന്ന് പറയുമ്പം ലൈക്ക് ഏതിനോടാണോ ചേർച്ച അങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനെയാണ്. ഇൻകോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ഹാർമണി എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ഓപ്ഷൻ സി ആണ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് ഒരു ക്ലോസ് ടെസ്റ്റ് ആണ്. സോ നമുക്കറിയാം ഒരു ക്ലോസ് ടെസ്റ്റിൽ ഒരു പാസേജ് തന്നിരിക്കും. ആ പാസേജിൽ നമുക്ക് 5 ബ്ലാങ്ക്സ് കാണാനായിട്ട് സാധിക്കും. സോ ഈ 5 ബ്ലാങ്ക്സും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാക്കുകൾ വെച്ച് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ കൊഹീറൻ്റ് ആയിട്ടുള്ള മീനിങ് ആയിട്ടുള്ള ഒരു പാസേജ് കിട്ടും. ഓക്കെ, സോ നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. Tattooing is a talent that requires a lot of time and dash. Okay, so tattooing-നെ കുറിച്ചാണ് പറയുന്നത്. Obviously we all know what tattooing is അല്ലേ. അപ്പോൾ ടാറ്റൂസ് ലൈക്ക് സ്കിന്നിൽ ഇല്ലാത്ത ആളുകൾ വളരെ കുറവായിരിക്കും അല്ലേ. അപ്പം ഇറ്റ് ഈസ് എ ട്രെൻഡ് nowadays അല്ലേ ടാറ്റൂയിങ് എന്ന് പറയുന്നത്. സോ ടാറ്റൂയിങ് ഈസ് എ ടാലൻറ്റ് ദാറ്റ് റിക്വയർസ് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് ഡാഷ്. ഓക്കെ, ടാറ്റൂയിങ് എന്ന് പറയുന്ന ഒരു ടാലൻ്റ് ആണ്. അതിന് ഒരുപാട് സമയവും വേണം, പിന്നെ എന്തും കൂടി വേണം എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, then there are many various kinds and dash of tattooing. Okay, പല തരത്തിലുള്ള tattooing ഉണ്ട്. Tattooing was and still is a means to communicate someone's thoughts or life by permanently dash a design of ink and color into their flesh. Okay, അപ്പോൾ tattooing എന്ന് പറയുന്നത് എന്താണ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഇസ് എ മീൻസ് ടു കമ്മ്യൂണിക്കേറ്റ് someone's thoughts അല്ലേ. ചിലരുടെ തോട്ട്സ് അല്ലെങ്കിൽ ചിലരുടെ ലൈഫ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു വഴിയാണ് tattooing എന്നാണ് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് എന്നാ പറയുന്നത്, like permanently dash a design of ink and color അല്ലെ, ഒരു ഡിസൈൻ യൂസിങ് ഇങ്ക് ആൻഡ് കളർ, അത് പെർമനൻ്റ്ലി ഫ്ലെഷിൽ ഇൻസ്ക്രൈബ് ചെയ്യുന്ന രീതിക്കുള്ളതാണ് ടാറ്റൂയിങ്. ഓക്കെ, then the first step in tattooing is to develop an artistic dash. Okay, അപ്പം ടാറ്റൂയിങ്ങിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് എന്നാണ് പറയുന്നത്, അത് ഡെവലപ്പിംഗ് സംതിങ്. അത് എന്താണെന്നുള്ളത് നമ്മൾ ആ ഒരു ബ്ലാങ്ക് ഫിൽ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. ആൻഡ് ദ സ്കിൽ ടു സ്കെച്ച് ആൻഡ് ക്രിയേറ്റ് യുവർ ആർട്ട് വർക്ക്. ഓക്കെ, അപ്പം ആക്ച്വലി നമ്മുടെ ലൈക്ക് ആർട്ട് വർക്ക്
വർക്ക് സ്കെച്ച് ചെയ്യുക, അത് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആക്ച്വലി എ സ്കിൽ. ഓക്കെ, ദെൻ ടാറ്റോയിങ് പെൻമാൻഷിപ്പ് ഇസ് ഫാർ മോർ ഡാഷ് ദെൻ സ്കെച്ചിങ് ഓൺ പേപ്പർ. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ലൈക്ക് പേപ്പറിൽ നമ്മൾ സ്കെച്ച് ചെയ്യുന്നത്, അതുപോലെ ടാറ്റോയിങ് പെൻമാൻഷിപ്പ്, അത് രണ്ടും എങ്ങനെയാണ് ഡിഫറെൻ്റ് ആവുന്നത് എന്നുള്ളതാണ്. ഓക്കെ, so let's try to like fill the blanks one by one. Okay, so here is the first blank. See, tattooing is a talent that requires a lot of time and dash. Okay, tattooing എന്ന് പറയുന്ന ഒരു ടാലൻ്റ് ആണ്. അതിന് എന്തൊക്കെ വേണം? a lot of time, ഒരുപാട് സമയവും വേണം. പിന്നെ എന്താണ് വേണ്ടത്? ഇൻറ്റഗ്രിറ്റി ആണോ, അതോ കപ്പാസിറ്റി ആണോ, അതോ ലയബിലിറ്റി ആണോ, അതോ എബിലിറ്റി ആണോ എന്നതാണ് ചോദ്യം. ഓക്കെ, സോ ഒബ്വിയസ്ലി എബിലിറ്റി ഇസ് അവർ ആൻസർ അല്ലേ. അപ്പം സമയം മാത്രം പോരാ, അത് ചെയ്യാനായിട്ടുള്ള കഴിവ്, അതിനുള്ള ലൈക്ക് കാലിബർ നമുക്ക് ഉണ്ടായിരിക്കണം അല്ലേ. സോ ദാറ്റ് shows that our answer is option D. Okay, ability is the word that we have to choose for blank number 1. Okay, now let's see blank number 2. See, there are many various kinds and dash of tattooing. Okay, പല തരത്തിലുള്ള ടാറ്റൂയിങ് ഉണ്ട് എന്ന് കാണിക്കാനായിട്ട് നമുക്കിവിടെ യൂസ് ചെയ്യാവുന്നത് വേരിയസ് കൈൻഡ്സ് ആൻഡ് വ്യൂസ് എന്നാണോ, ആൻഡ് ജോണേഴ്സ് എന്നുള്ളതാണോ, ആൻഡ് കീസ് എന്നുള്ളതാണോ, അതോ ജെസ്റ്റേഴ്സ് എന്നുള്ളതാണോ എന്നതാണ് ചോദ്യം. സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്ന ജോണേഴ്സ് എന്നുള്ള ആ ഒരു പെർട്ടിക്കുലർ വേർഡാണ് ജോൺറേ. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് ബ്ലാങ്ക്. സി, tattooing was and still is a means to communicate someone's thoughts or life by permanently dash a design of ink and color into their flesh. Okay, permanently എന്താണ് ചെയ്യുന്നത്? ഈ ഇങ്കും കളറും അവരുടെ ഫ്ലഷിൽ പെർമനൻ്റ്ലി എന്താണ് ചെയ്യുന്നത് എന്നാ ചോദ്യം. ഡിറ്റാച്ച് ചെയ്യാണോ ചെയ്യുന്നത്, അതോ എംബെഡ് ചെയ്യാണോ ചെയ്യുന്നത്, അതോ കമ്പൈൻ ചെയ്യാണോ ചെയ്യുന്നത്, അതോ ഫെർട്ടിലൈസ് ചെയ്യാണോ ചെയ്യുന്നത് എന്നാണ് ചോദ്യം. സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, എംബെഡിങ്. എംബെഡിങ് എന്ന് പറഞ്ഞാൽ ഇൻസ്ക്രൈബ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ, പെർമനൻ്റ്ലി എംബെഡ് ചെയ്യാണ് ചെയ്യുന്നത് ഈ design of ink and color. Okay, so embedding is our answer. Now detaching എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ് വരുന്നത്. കമ്പൈനിങ് എന്ന് പറയുമ്പം ഒരുമിപ്പിക്കുക എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഫെർട്ടിലൈസിങ് എന്ന് പറയുമ്പം like it shows reproducing. Okay, let's see the next blank. So the first step in tattooing is to develop an artistic dash. Okay, അപ്പം ടാറ്റൂയിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് ഡെവലപ്പിംഗ് ആൻഡ് ആർട്ടിസ്റ്റിക് ഗ്ലിംസ് ആണോ, അതോ ആർട്ടിസ്റ്റിക് ഡ്രാമയാണോ, അതോ ആർട്ടിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് ആണോ, അതോ ആർട്ടിസ്റ്റിക് കരിയർ ആണോ എന്നതാണ് ചോദ്യം. സോ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഇല്ലാതെ നമുക്കൊരിക്കലും ടാറ്റൂയിങ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ്, ദാറ്റ് ഈസ് ആറ്റിറ്റ്യൂഡ്. ഓക്കെ, now let's see the last blank. See, tattooing penmanship is far more dash than sketching on paper. Okay, far more aggravated ആണോ, far more confiscated ആണോ, far more complicated ആണോ, far more authenticated ആണോ എന്നതാണ് ചോദ്യം. സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ദാറ്റ് ഈസ് കോംപ്ലിക്കേറ്റഡ്. ഓക്കെ, അപ്പം പേപ്പറിൽ നമ്മൾ സ്കെച്ച് ചെയ്യുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല ടാറ്റൂയിങ് എന്ന് പറയുന്നത്. സോ ഒബ്വിയസ്ലി ഇറ്റ് ഈസ് കോംപ്ലിക്കേറ്റഡ്. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, നൗ ദാറ്റ് ഈസ് ഓൾ ഫോർ ദിസ് സെഷൻ. നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നോക്കാനായിട്ട് ഉദ്ദേശിച്ചത് ഈ 30 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ ഐ ഹോപ്പ് ഓൾ ദ എക്സ്പ്ലനേഷൻസ് ആർ ക്ലിയർ. വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ് ടുഡേ ഈസ് ക്ലിയർ ഫോർ യു. So if you're having any doubts regarding any of the things that we discussed today, feel free to ask me. Okay, so ഇതുപോലെയുള്ള CGL എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും, മോക്ക് ടെസ്റ്റുകളും, വീഡിയോ സെഷൻസും, ലൈവ് ക്ലാസ്സസും എല്ലാം തന്നെ എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. സോ ഇതുവരെയും നിങ്ങൾ എൻട്രി ആപ്പ് യൂസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ start from today, from now. Okay, download the app and try its possibilities. Okay, so thank you so much for your patient listening. Happy learning.